തങ്കമണി വീണ്ടും ചർച്ചകളിലേക്ക് വരികയാണ്. ദിലീപ് നായകനായ ചിത്രം തങ്കമണി എന്ന പേരിൽ തന്നെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ റിലീസ് ചെയ്തിരുന്നു. 1987 ഇതേ സംഭവത്തെ ആസ്പദമാക്കി PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത് രതീഷും ശാരിയും നായികനായകന്മാരായി അഭിനയിച്ച് ഇതാ സമയമായി എന്ന പേരിൽ ഒരു ചിത്രവും റിലീസ് ചെയ്തിരുന്നു. തങ്കമണി സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള രണ്ടാമത്തെ ചിത്രമാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന തങ്കമണി എന്ന ചിത്രം. എന്തായിരുന്നു അന്ന് തങ്കമണിയിൽ സംഭവിച്ചത്? കേരളത്തിലെ പോലീസ് ക്രൂരതകളുടെ ഏറ്റവും വലിയ ഉദാഹരണമായി തങ്കമണി സംഭവത്തെ പലരും ചൂണ്ടിക്കാട്ടാറുണ്ട്. നിരവധി നാടകങ്ങളും സാഹിത്യ സൃഷ്ടികളും കവിതകളുമെല്ലാം തങ്കമണി സംഭവത്തെ ആസ്പദമാക്കി ഉണ്ടായിട്ടുമുണ്ട്. 1982 അധികാരത്തിൽ വന്ന K. കരുണാകരന് അടുത്ത ഇലക്ഷന് ഭരണം നഷ്ടപ്പെടുവാൻ തന്നെ തക്ക കാരണമായ രാഷ്ട്രീയ അട്ടിമറികൾക്ക് സാക്ഷ്യം വഹിച്ച തങ്കമണി. എന്തായിരുന്നു യഥാർത്ഥത്തിൽ തങ്കമണിയിൽ സംഭവിച്ചത്? 1986 ഒക്ടോബർ 21 ഇടുക്കിയിലെ കാമാക്ഷി പഞ്ചായത്തിലെ തങ്കമണി എന്ന ഗ്രാമത്തിൽ ഒരു ബസ് റൂട്ടിലൂടെ ബസ് ഓടിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബസ് തൊഴിലാളികളും വിദ്യാർത്ഥികളുമായി ഉടലെടുത്ത ഒരു തർക്കമാണ് സംഭവങ്ങളുടെ തുടക്കം. തങ്കമണി കാമാക്ഷി പഞ്ചായത്തിലെ ഒരു ഗ്രാമം. ഇടുക്കിയിൽ നിന്നും 42 കിലോമീറ്ററും കട്ടപ്പനയിൽ നിന്ന് 22 കിലോമീറ്ററുമായിരുന്നു തങ്കമണിക്കുള്ള ദൂരം. അന്ന് 1000ഓളം കുടുംബങ്ങൾ താമസമുണ്ടായിരുന്ന ഒരു കൊച്ചു ഗ്രാമമായിരുന്നു തങ്കമണി. കൂടുതലായും കൃഷിക്കാരായിരുന്നു തങ്കമണിക്കാർ. ബേസിക് അമ്യൂണിറ്റീസ് എന്ന് പറയാവുന്ന വൈദ്യുതി പോലും കടന്നു ചെല്ലാത്ത ഒരു ഗ്രാമം. 1986 കാലഘട്ടത്തിൽ കട്ടപ്പന തങ്കമണി റൂട്ടിൽ പാറമട മുതൽ തങ്കമണി വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കട്ടപ്പന തങ്കമണി റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന 2 പ്രൈവറ്റ് ബസ്സുകളും പാറമട വരെ സർവീസ് നടത്തിയിരുന്നുള്ളൂ. തങ്കമണിയിലേക്കുള്ള യാത്രക്കാരെ അവർ പാറമടയിൽ ഇറക്കി വിടുമായിരുന്നു. എന്നാൽ ഈ ബസ് സർവീസ് നടത്തിയിരുന്നവർ തങ്കമണി വരെയുള്ള ബസ് ചാർജ് നാട്ടുകാരിൽ നിന്ന് ഈടാക്കുകയും ചെയ്തിരുന്നു. ഇതിനോട് നാട്ടുകാർക്ക് വലിയ പ്രതിഷേധവും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും സ്ഥിരമായി ബസ്സിൽ യാത്ര ചെയ്തിരുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക്. ഒരു ദിവസം പതിവ് പോലെ തങ്കമണി റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന എലൈറ്റ് എന്നു പേരുള്ള ഒരു ബസ് യാത്രക്കാരെ പാറമടയിൽ ഇറക്കി വിടുന്നു. 4 വിദ്യാർത്ഥികൾ ഇത് ചോദ്യം ചെയ്യുന്നു. ബസ് തങ്കമണി വരെ പോകണമെന്ന് ഈ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് അത് വഴക്കായി വാക്കേറ്റമായി. ബസ് ജീവനക്കാർ 2 വിദ്യാർത്ഥികളെ ഒരു വിധത്തിൽ ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്നു. എന്നാൽ അപ്പോഴും 2 വിദ്യാർത്ഥികൾ ബസ്സിൽ തന്നെ ഇരിക്കുന്നു. ബസ് കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ച് എത്തിക്കുന്നു. രാത്രി ഏകദേശം 8 മണിക്കാണ് ബസ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ബസ്സിലുണ്ടായിരുന്ന 2 വിദ്യാർത്ഥികളെയും സ്റ്റേഷനിലെ പോലീസുകാർ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നു. തങ്കമണി വളരെ ചെറിയ ഒരു ഗ്രാമപ്രദേശമായിരുന്നു. 2 വിദ്യാർത്ഥികളെ ബലമായി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു എന്ന വിവരമറിഞ്ഞ് 2 പേർ, കുഞ്ഞു എന്നു പേരുള്ള ഒരാളും ഒരു ജോസ് തൈച്ചേരിലും നേരത്തെ ബസ്സിൽ നിന്നും ബലമായി ഇറക്കിവിട്ട 2 വിദ്യാർത്ഥികളും ചേർന്ന് രാത്രിയിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. അവരെയും പോലീസ് മർദ്ദിച്ച് അവശരാക്കുന്നു. രാത്രി 9 മണിയോടെ DYSP സ്ഥലത്തെത്തുന്നു. പ്രശ്നം പിറ്റേന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന അദ്ദേഹത്തിൻ്റെ ഉറപ്പിൽ എല്ലാവരെയും വിട്ടയക്കുന്നു. പിറ്റേന്ന് എല്ലാവരോടും പോലീസ് സ്റ്റേഷനിലെത്താൻ അദ്ദേഹം ആവശ്യപ്പെടുന്നുമുണ്ട്. 10 മണിയോടുകൂടി ആ 4 വിദ്യാർത്ഥികളും കട്ടപ്പന DYSPയുടെ മുൻപാകെ ഹാജരാകുവാൻ എത്തുന്നു. പക്ഷേ DYSP എത്താത്തത് കൊണ്ട് ആ 4 പേരും തിരിച്ചു പോകുന്നു. അന്ന് ഏകദേശം 11:15 മണിയോടെ തങ്കമണി സെൻറ് തോമസ് സ്കൂളിൻ്റെ അടുത്ത് എലൈറ്റ് ബസ് എത്തിയപ്പോൾ വിദ്യാർത്ഥികൾ വണ്ടി തടയുകയും തലേദിവസം വിദ്യാർത്ഥികളോട് ബസ്സിലെ ജീവനക്കാർ അപമര്യാദയായി പെരുമാറിയതിന് ജീവനക്കാർ നിരുപാധികം മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ബസ്സിലുണ്ടായിരുന്ന ബസ് ഉടമ എലൈറ്റ് ദേവസ്യാച്ചൻ അപമര്യാദയായി പെരുമാറിയ ജീവനക്കാരെ പിറ്റേ ദിവസം വിദ്യാർത്ഥികളുടെ മുൻപിൽ എത്തിച്ച് മാപ്പ് പറയിച്ചു കൊള്ളാമെന്ന് പറഞ്ഞെങ്കിലും വിദ്യാർത്ഥികൾ വഴങ്ങിയില്ല. മാപ്പ് പറയാതെ വണ്ടി വിട്ടയക്കില്ല എന്നായിരുന്നു വിദ്യാർത്ഥികളുടെ ഡിമാൻഡ്. ബസ് ഉടമ എലൈറ്റ് ദേവസ്യാച്ചനെ എങ്ങനെയെങ്കിലും ബസ് എടുത്തുകൊണ്ട് പോകണമെന്ന ആഗ്രഹത്തിൽ അവിടുത്തെ പള്ളി വികാരി ഫാദർ ജോസ് കോട്ടൂരിനെയും സെൻറ് തോമസ് സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററെയും കാണുന്നു. അവരും ബസ് ജീവനക്കാർ നിരുപാധികം മാപ്പ് പറഞ്ഞാൽ ബസ് വിട്ടുതരുന്ന കാര്യം ഉറപ്പാക്കാമെന്ന് പറയുന്നു. എന്നാൽ പിറ്റേന്ന് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട്, അതായത് 1986 ഒക്ടോബർ 22 2 ജീപ്പുകളിൽ 2 ഹെഡ് കോൺസ്റ്റബിൾമാരുടെ നേതൃത്വത്തിൽ ഒരു പറ്റം പോലീസുകാർ തങ്കമണിയിൽ എത്തുന്നു. വിഷയം രമ്യമായി പരിഹരിക്കുന്നതിന് പകരം ബസ് ബലമായി എടുത്തുകൊണ്ട് പോകുവാൻ അവർ ശ്രമിക്കുന്നു. പക്ഷേ വിദ്യാർത്ഥികൾ ഇത് തടയുന്നു. തലേന്ന് ബസ് ഉടമ അവർക്ക് കൊടുത്ത ഉറപ്പിന് ഘടകവിരുദ്ധമായിരുന്നു ഇത്. പോലീസുകാർക്ക് ബസ് എടുത്തുകൊണ്ട് പോകുവാനായില്ല. വൈകിട്ട് 5 മണിയോടുകൂടി പീരുമേട് സർക്കിൾ ഇൻസ്പെക്ടർ IC തമ്പാൻ്റെയും നെടുങ്കണ്ടം സബ് ഇൻസ്പെക്ടറുടെയും നേതൃത്വത്തിൽ കുറച്ചുകൂടി പോലീസുകാർ തങ്കമണിയിലെത്തുന്നു. വന്ന പോലീസുകാർ എല്ലാവരും ആയുധധാരികളായിരുന്നു. ഈ സമയം ഫാദർ ജോസ് കോട്ടൂരും കാമാക്ഷി പഞ്ചായത്ത് പ്രസിഡന്റ് മത്തായി മാത്യുവും
പഞ്ചായത്ത് ഓഫീസിൽ ചർച്ചകളിലായിരുന്നു. കൂടുതൽ പോലീസുകാരെ തങ്കമണിയിൽ എത്തിച്ചത് തന്നെ പോലീസിന് വിഷയം രമ്യമായി പരിഹരിക്കുവാൻ ആഗ്രഹമില്ല എന്നതിൻ്റെ ലക്ഷണമായിരുന്നു. മാത്രമല്ല, അത് സ്ഥലത്തുണ്ടായിരുന്ന സംഘർഷാവസ്ഥ കൂട്ടുവാൻ മാത്രമേ ഉപകരിച്ചുള്ളൂ. പോലീസിന് ഏത് വിധേനയും ബസ് എടുത്തുകൊണ്ട് പോകണം എന്നതായിരുന്നു ലക്ഷ്യം. ഫാദർ ജോസ് കോട്ടൂരും പഞ്ചായത്ത് പ്രസിഡന്റ് മത്തായി മാത്യുവും പോലീസുമായി സംസാരിച്ച് പ്രശ്നം രമ്യമായി പരിഹരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു സംഘർഷം ഒഴിവാക്കുവാനായിരുന്നു അവരുടെ ശ്രമം. അവർ പ്രശ്നം തീർക്കുവാൻ കുറച്ചുകൂടി സമയം ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസ് വഴങ്ങിയില്ല. ജനക്കൂട്ടത്തെ പിരിച്ചുവിടുവാൻ പോലീസ് ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കുകയും കോഴിമല അവറാച്ചൻ എന്നു പേരുള്ള ഒരാളുടെ മരണത്തിനും ഉടുമ്പക്കൽ മാത്യു എന്നൊരാളുടെ 2 കാലുകളും നഷ്ടപ്പെടുവാൻ അത് കാരണമാവുകയും ചെയ്തു. തുടർന്ന് ജനങ്ങൾ പരിഭ്രാന്തരാകുകയും പലയിടങ്ങളിലായി സംഘടിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ജില്ലയിലെ മറ്റു പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും കൂടുതൽ പോലീസ് തങ്കമണിയിൽ എത്തുന്നു. സർവ്വസന്നാഹങ്ങളുമായി എത്തിയ പോലീസ് കണ്ണിൽ കണ്ടവരെയെല്ലാം ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും നിരവധി പേരെ അറസ്റ്റ് ചെയ്ത് കട്ടപ്പനയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പോലീസുകാർ പല സംഘങ്ങളായി തിരിഞ്ഞ് വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ കയറുകയും വാതിലുകൾ ചവിട്ടി തുറക്കുകയും ചെയ്തു. പോലീസിന്റെ തേർവാഴ്ചയിൽ ഭയന്ന വീടുകളിൽ ഉണ്ടായിരുന്ന പുരുഷന്മാർ കൃഷിയിടങ്ങളിലും മറ്റും ഒളിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ ഈ സമയം വീടുകളിൽ സ്ത്രീകളും കുട്ടികളും തനിച്ചായപ്പോൾ മദ്യലഹരിയിലായിരുന്ന പോലീസുകാർ വീടുകൾ കയറി സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരകളാക്കി എന്നതായിരുന്നു പിന്നീട് പുറത്തു വന്ന വാർത്തകൾ. പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്ത് കട്ടപ്പനയ്ക്ക് കൊണ്ടുപോയ പുരുഷന്മാരും 3-ാം മുറ അടക്കമുള്ള അതിക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയായി. തങ്കമണി വെടിവെപ്പ്, തങ്കമണി കൂട്ടബലാത്സംഗം എന്നുമൊക്കെയായിരുന്നു പിന്നീട് ഈ സംഭവം അറിയപ്പെട്ടത്. തങ്കമണിയിലെ അതിക്രമങ്ങൾക്ക് കാരണക്കാരായ പോലീസുകാർ ആയുധധാരികളുമായിരുന്നു. ഒക്ടോബർ 23 വെളുപ്പിന് 3:30 മണി വരെ ഓപ്പറേഷൻ തങ്കമണി നീണ്ടുനിന്നു. തങ്കമണി ഗ്രാമം അക്ഷരാർത്ഥത്തിൽ പേടിച്ച് വിറങ്ങലിച്ചു പോയ ഒരു ദിവസം. അത്യാവശ്യം വൈദ്യസഹായം നേടാൻ പോലും സാധിക്കാതെ പേടിച്ച് പുറത്തിറങ്ങാതെ കഴിഞ്ഞ ഒരു രാത്രി. ഇടുക്കി പോലീസ് സൂപ്രണ്ടിൻ്റെയും പീരുമേട് സർക്കിൾ ഇൻസ്പെക്ടർ IC തമ്പാൻ്റെയും അറിവോടും സമ്മതത്തോടുമായിരുന്നു ഈ പോലീസ് തേർവാഴ്ച നടന്നത് എന്നായിരുന്നു പിന്നീട് തങ്കമണി സംഭവത്തിലെ പരാതിക്കാരുടെ ആരോപണങ്ങളിൽ ഒന്ന്. ഇടുക്കി ADM-ഉം ഇടുക്കി സബ് കളക്ടറും പോലീസുമായി ഒത്തുചേർന്ന് നടത്തിയ അതിക്രമമായിരുന്നു ഇത് എന്നായിരുന്നു അവരുടെ മറ്റൊരു ആരോപണം. 23-ാം തീയതി സ്ഥലത്തെത്തിയ DIG-യോട് തങ്കമണിക്കാരുടെ പരാതികളും അവർക്കുണ്ടായ ദുരനുഭവങ്ങളും വിവരിച്ചെങ്കിലും പോലീസ് പ്രത്യേകിച്ച് നടപടികളൊന്നും എടുത്തില്ല. പോലീസ് കസ്റ്റഡിയിലെടുത്ത ആൾക്കാരിൽ കൂടുതൽ പേരും 20 തികയാത്തവരും പ്രായമായവരുമായിരുന്നു. അവർക്കെല്ലാം പോലീസ് അസോൾട്ട് പാസ് കൊടുത്ത് വിട്ടയക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. വീണ്ടും അവരെ വിളിച്ച് മർദ്ദിക്കില്ല എന്ന ഉറപ്പിനായിരുന്നു ഈ അസോൾട്ട് പാസ്. നവംബർ 5-ാം തീയതി വീണ്ടും പോലീസ് അയച്ച് സ്ഥലം സന്ദർശിച്ചെങ്കിലും അവരുടെ പരാതികൾക്ക് കാര്യമായ പരിഹാരമൊന്നും ഉണ്ടായില്ല. എന്നാൽ പോലീസിൻ്റെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഭാഷ്യം തികച്ചും ഘടകവിരുദ്ധമായിരുന്നു. കോടതിയിൽ പരാതിക്കാർ കൊടുത്ത ചില കാര്യങ്ങളെല്ലാം പോലീസ് സമ്മതിച്ചു എങ്കിലും സ്ത്രീകൾക്ക് നേരെ യാതൊരു അതിക്രമവും നടന്നിട്ടില്ല എന്നായിരുന്നു അവരുടെ വാദം. ആൾക്കൂട്ടം പോലീസിന് നേരെ കല്ലെറിയുകയും അവർ നാടൻ തോക്കുകൾ ഉപയോഗിച്ച് പോലീസിന് നേരെ വെടിവെക്കുകയും ചെയ്തു എന്നായിരുന്നു പോലീസിൻ്റെ മറ്റൊരു വാദം. സർക്കിൾ ഇൻസ്പെക്ടർക്കും സബ് ഇൻസ്പെക്ടർക്കും പരിക്കേറ്റു. നിവൃത്തിയില്ലാതെ അറ്റ കൈ എന്ന നിലയിലാണ് പോലീസ് ജനക്കൂട്ടത്തിന് നേരെ 10 റൗണ്ട് വെടിവെച്ചത്. മാത്രമല്ല, സ്ഥലത്തുണ്ടായിരുന്ന 27 പോലീസുകാരിൽ 2 പേരുടെ പക്കൽ മാത്രമേ തോക്കുണ്ടായിരുന്നുള്ളൂ. ബാക്കി 25 പേരും നിരായുധരായിരുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു പോലീസ് വാദങ്ങൾ. അന്ന് CI അഹമ്മദ് കുഞ്ഞിനെയും സബ് ഇൻസ്പെക്ടർമാരായ പുരുഷോത്തമൻ പിള്ളയെയും അലക്സ് മാത്യുവിനെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഒരു റിട്ടയേർഡ് ജില്ലാ ജഡ്ജി M പ്രഹ്ലാദിനെ തങ്കമണി സംഭവം അന്വേഷിക്കുവാനായി ഗവൺമെൻറ് കമ്മീഷനായിട്ട് നിയോഗിച്ചു. എന്നാൽ പരാതിക്കാരുടെ നിസ്സഹകരണം മൂലം അന്വേഷണ കമ്മീഷന് ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്താനായുമില്ല. സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പോലീസ് പറഞ്ഞുവെങ്കിലും അതിക്രമത്തിനും ബലാത്സംഗത്തിനും ഇരയായ സ്ത്രീകളിൽ എല്ലാവരും തന്നെ പൊതുജന മധ്യത്തിൽ ഉണ്ടാകാനിടയുള്ള അപകീർത്തിയും മാനഹാനിയും ഭയന്ന് പരാതി കൊടുക്കുവാൻ വിസമ്മതിക്കുകയും മറ്റും ചെയ്തതുകൊണ്ട് സ്ത്രീകൾക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങൾ വേണ്ട വിധം വെളിച്ചത്ത് കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല. ഈ അപകീർത്തിയും മാനഹാനിയും ഭയന്നായിരിക്കണം അന്ന് അതിക്രമത്തിന് ഇരയായ സ്ത്രീകൾ ഐഡന്റിഫിക്കേഷൻ പരേഡിന് കമ്മീഷൻ മുൻപാകെ എത്താതിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഒരു പരാതിക്കാരി, 8ാമത്തെ പെറ്റീഷണർ RJ എന്ന് വിളിക്കുന്ന കോടതി പേര് വെളിപ്പെടുത്താത്ത ഒരു സ്ത്രീ കേസുമായി മുൻപോട്ട് പോവുകയും അവരെ പോലീസ് ഹരാസ് ചെയ്തു എന്നും പറഞ്ഞിരുന്നു. 1986 OP നമ്പർ 8717 പ്രകാരം കൊടുത്ത കേസിൽ ആ സ്ത്രീ പോലീസ് അവർക്ക് നേരെ നടത്തിയ അതിക്രമങ്ങളെ ഷി വാസ് സബ്ജക്റ്റഡ് ടു ഇൻഹ്യൂമൻ ആൻഡ് ബാർബറസ് ബിഹേവിയർ ബൈ ദ പോലീസ് എന്നായിരുന്നു കോടതി പറഞ്ഞത്.
അവരുടെ ഭർത്താവിനെ രാത്രിയുടെ നിശബ്ദതയിൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും പോലീസ് അവരുടെ 2 പെൺകുട്ടികൾ ഉറങ്ങിക്കിടന്ന മുറിയിൽ ബലമായി പ്രവേശിക്കുകയും ചെയ്തു. അവരുടെ വാദങ്ങളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിക്കുകയും സ്റ്റേറ്റിനോട് അവർക്ക് നഷ്ടപരിഹാരമായി 25,000 രൂപ നൽകുവാൻ വിധിക്കുകയും ചെയ്തു. ഈ ഒരു ഒറ്റ സംഭവം തന്നെ സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടന്നു എന്നതിൻ്റെ തെളിവായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകൾ തങ്കമണി സംഭവത്തെ തുടർന്ന് ഫയൽ ചെയ്യപ്പെട്ടു. എങ്കിലും പോലീസിനെതിരെയുള്ള കേസുകളായതിനാൽ പോലീസ് എല്ലാ കാലവും തണുത്ത ഒരു സമീപനമായിരുന്നു ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നത്. എന്നാൽ തങ്കമണി സംഭവത്തിൻ്റെ പിന്നിലെ രാഷ്ട്രീയം അന്ന് വലിയ ചർച്ചയായിരുന്നു. അന്നത്തെ പ്രധാന ആരോപണങ്ങൾ ഇങ്ങനെയായിരുന്നു. UDF സർക്കാരിൻ്റെ ഭരണകൂട ഭീകരതയുടെയും പോലീസ് തേർവാഴ്ചയുടെയും കറുത്ത ഓർമ്മകളെ വെള്ളപൂശി ചരിത്ര വസ്തുതകൾ വളച്ചൊടിച്ച് ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതായി അന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. വികലാംഗനും നിരപരാധിയുമായ കോഴിമല അവറാച്ചൻ എന്ന കർഷകനെ അതിദാരുണമായി വെടിവെച്ചുവന്ന കരുണാകരൻ്റെ പോലീസ് രാജിനെതിരെ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളന്ന് ഒന്നിച്ച് അണിനിരന്നിരുന്നു. അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന KM മാണി തങ്കമണിയിൽ നേരിട്ടെത്തിയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത് എന്നാണ് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത. ഇത് സത്യമാണോ എന്നറിയില്ല. കേരള കോൺഗ്രസ് നേതാവിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന എലൈറ്റ് ബസ് തങ്കമണി ടൗണിൽ എത്താതെ തൊട്ടടുത്തുള്ള ജംഗ്ഷൻ വരെ എത്തി തിരികെ പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമായത്. വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്ന് ഈ ബസ് തങ്കമണി വരെ എത്തിച്ചതിൽ പ്രകോപിതനായ ബസ് മുതലാളി KM മാണിയുടെ സഹായം തേടുകയായിരുന്നു എന്നും പറയുന്നുണ്ട്. തൻ്റെ പാർട്ടിക്കാരനായ ബസ് മുതലാളിയെ സഹായിക്കുന്നതിന് കട്ടപ്പന DYSPയെയും CIയെയും മറികടന്ന് പീരുമേട് CI ആയിരുന്ന മാണിയുടെ വിശ്വസ്തൻ IC തമ്പാനെ തങ്കമണിയിലേക്ക് അയക്കുകയായിരുന്നു. ഈ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലാണ് തങ്കമണിയിൽ കലാപം അന്ന് അഴിച്ചുവിടുന്നത്. അന്ന് കട്ടപ്പനയിലെത്തിയ KM മാണി പോലീസ് നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാൽ തങ്കമണിയിലേക്ക് പോകുന്നില്ല എന്നും പറഞ്ഞ് 10-ാം മൈലിലെത്തി തിരികെ പോയി. ഇതൊക്കെയായിരുന്നു അന്നത്തെ ആരോപണങ്ങളും പ്രചാരണങ്ങളും. ഇതിലൊക്കെ എത്രമാത്രം വാസ്തവമുണ്ട് എന്ന് നമുക്കറിയില്ല. തങ്കമണി സംഭവത്തിലെ ഇരകളിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. യഥാർത്ഥത്തിൽ അവർ വേണം ഇത് നമ്മളോട് പറയുവാൻ. 1987 സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ നടക്കുവാൻ 6 മാസം മാത്രം ബാക്കി നിൽക്കെ ഉണ്ടായ തങ്കമണി സംഭവം യഥാർത്ഥത്തിൽ കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു. കരുണാകരൻ്റെ പോലീസ് നടത്തിയ നരനായാട്ടം വലിയ ചർച്ചയായി. സംസ്ഥാനത്തെമ്പാടും വ്യാപക പ്രതിഷേധങ്ങളുണ്ടായി. അന്ന് ഇടതുമുന്നണി ഈ വിഷയത്തെ ഗൗരവത്തോടുകൂടി ഏറ്റെടുക്കുകയും വലിയ തോതിലുള്ള പ്രചാരണം കരുണാകരനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്കും നേരെ നടത്തുകയും ഉണ്ടായി. പിന്നീട് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരികയും ചെയ്തു. എന്നാൽ തമാശ എന്തായിരുന്നു എന്ന് വെച്ചാൽ തങ്കമണി ഉൾപ്പെട്ട ഇടുക്കി നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിലെ റോസമ്മ ചാക്കോ ആയിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തങ്കമണിയിൽ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, പുതിയൊരു അറിവ് തന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതുമായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.